ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഖുർആൻ എപ്പോഴും ഓതേണ്ടത് ഒരു കണ്ണ് മുസാഫിലും ഒരു കണ്ണ് നമ്മളിലും ലോകത്തും എന്ന രൂപത്തിലാണ്. ഖുർആൻ്റെ ഓരോ ആയത്ത് ഓതുമ്പോഴും നമ്മൾ നമ്മളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിലേക്കും നോക്കുക. അങ്ങനെ ഖുർആൻ ഓതുമ്പോഴാണ് ഈ ഖുർആൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യം, അരക്ഷിതാവസ്ഥ, ഇതൊക്കെ മനസ്സിൽ വെച്ച് സൂറത്തുൽ മാഇദയിലെ 51-ാമത്തെ ആയത്ത് മുതൽ 64-ാമത്തെ ആയത്ത് വരെ നിങ്ങളൊന്ന് ഓതി നോക്കുക. നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം ഈ ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള ആയത്തുകൾ ഖുർആനിൽ വേറെയുണ്ട്, ഇതുപോലെ തന്നെ സമാന ആശയങ്ങളുള്ള. ഞാൻ ഒരു ഭാഗം ഉദ്ധരിച്ചു എന്ന് മാത്രം. ഈ ആയത്തുകളിൽ നമ്മളുടെ ഈ അവസ്ഥകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് ഇന്ന് കാണുന്നത് പോലുള്ള ഒരവസ്ഥയിൽ, ഒരു നിസ്സഹായ അവസ്ഥയിൽ മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നിങ്ങളുടെ രക്ഷാധികാരി, പാട്രൺ ആരാണ്? ഈ രക്ഷാധികാരം നിലവിലുള്ള ഒരു അവസ്ഥയിൽ മുസ്ലിം സമുദായത്തെ എത്തിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനീ പറഞ്ഞ 51 മുതൽ 64 വരെയുള്ള ആയത്തിൽ അവസാനത്തെ ആയത്താണ്. ജൂതന്മാരെ സംബന്ധിച്ചാണ് ആയത്ത്. ആ ആയത്തിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം പറയുന്നുണ്ട്, കുല്ലമാ ഉഖദു നാറൻ ലിൽ ഹർബി അത്ഫഅഹുല്ലാഹ്. അവർ എപ്പോഴൊക്കെ യുദ്ധത്തിൻ്റെ തിരി കൊളുത്തുന്നുവോ അപ്പോഴൊക്കെ അള്ളാഹ് ഈ തീ ഊതിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് പിന്നെ അള്ളാഹ് പറയുന്നത്, വയസ്അഉന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി വിരഹിക്കുന്ന ആളുകൾ, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അള്ളാഹു ഈ കുഴപ്പകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ അതിനു മുമ്പും ജൂതന്മാരുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതേ സംബന്ധിച്ച് വലിയ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലുമുള്ള ജൂതഹസ്തങ്ങൾ അത് പുതിയ കാലത്തേക്ക് വരുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അങ്ങനെയായിരുന്നു. പ്രവാചകനോട് സന്ധിയിൽ ഏർപ്പെടുക, മറുവശത്ത് യുദ്ധം നടത്തുക, ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം, ഇതിലൊക്കെ അവർ കരാറിലുള്ള പ്രവാചകനും അനുചരന്മാർക്കുമെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന അത്ഭുതമൊക്കെ നടന്നല്ലോ. അപ്പോൾ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അന്ന് മുതൽ ഇന്ന് വരെ യുദ്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമൂഹം ആണ്. ഇന്ന് അത് സിയോണിസ്റ്റുകളാണ്. എല്ലാ സമൂഹത്തിലും നല്ല ആളുകളുണ്ട്, ജൂത സമൂഹത്തിലും നല്ല മനുഷ്യരുണ്ട്. സിയോണിസ്റ്റുകൾ എന്ന് അറിയപ്പെടുന്ന ആളുകൾ ആണ് ഇന്ന് ഖുർആൻ പറഞ്ഞ വിധത്തിലുള്ള ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അത് നിങ്ങൾ ലോകയുദ്ധങ്ങൾ, അതിനുശേഷം നടന്ന യുദ്ധങ്ങൾ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ, ഈ ഇസ്രായേൽ ഉണ്ടായ ശേഷം അത് നടത്തിയ 48-ൽ അത് ഉണ്ടാവുന്നത് തന്നെ യുദ്ധത്തോടു കൂടിയാണ്. പിന്നീട് 57-ൽ, 61-ൽ, 73-ൽ, പിന്നെ അതിനുശേഷം ഉണ്ടായ യുദ്ധങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗസക്ക് എതിരെ നടത്തിയ, ഇപ്പോൾ അവസാനം ഒക്ടോബർ 7-ന് ശേഷമുള്ള യുദ്ധമല്ല, അതിന് മുമ്പ് നടന്ന യുദ്ധങ്ങൾ, ഓരോ വർഷങ്ങളിലും 2000 ആണ്ടിന് ശേഷം ഒരു 25 വർഷത്തിനുള്ളിൽ ഗസക്കെതിരെ മാത്രം അത് നടത്തിയ യുദ്ധം, സിറിയയിൽ നടത്തിയ യുദ്ധം, അതുപോലെ തന്നെ ലബനാനിൽ നടത്തിയ യുദ്ധം, അങ്ങനെ ലോകത്ത് മുഴുവനും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഒരേ അവസരത്തിൽ കുറേ യുദ്ധമുഖങ്ങൾ തുറന്ന് മനുഷ്യന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ, ആകെ ഈ ഒരു രാജ്യം, ഈ ചെറിയ ഒരു 60 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള വളരെ ചെറിയ ഒരു രാജ്യം കഴിഞ്ഞ ഒരു 10-70 വർഷത്തിനുള്ളിൽ നടത്തിയ ആകെ യുദ്ധങ്ങൾ, ഇസ്രായേൽ ഉണ്ടായ ശേഷം മാത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൊന്നൊടുക്കിയ മനുഷ്യന്മാർ, നിരപരാധികളായ കുട്ടികൾ ലക്ഷക്കണക്കിനാണ്. അപ്പോൾ യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞത് എത്രത്തോളം വാസ്തവമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, ഇവർ ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അള്ളാഹ് യുദ്ധത്തെ ഊതിക്കെടുത്തുന്നു. കാരണം അള്ളാഹു ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എപ്പോഴും സമാധാന യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക, യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകം, സമാധാനം നിലനിൽക്കുന്ന ഒരു ലോകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ 64-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ എന്ന് 15 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ ആ കാര്യം ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് ചുരുക്കം. ഈ വിഷയത്തിലെ രണ്ടാമത്തെ ചോദ്യം, മുസ്ലിം സമുദായം, മുസ്ലിം ഉമ്മത്ത് ഈ ഒരു നിസ്സഹായാവസ്ഥയിൽ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾക്ക് തേടേണ്ടി വരും. അതായത് ആരാണ് ഈ ഉമ്മത്തിൻ്റെ രക്ഷാധികാരികൾ, ആരാണ് രക്ഷാധികാരികൾ ആവേണ്ടത് എന്ന് ഈ അഹ്ലു കിതാബിനെ വേദക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വലിയ, നിങ്ങളുടെ രക്ഷാധികാരികൾ, നിങ്ങളുടെ പാട്രൺ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അധികാരിയായിട്ട് സ്വീകരിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഇന്നമ വലിയക്കുമുല്ലാഹു റസൂലു, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. വല്ലദീന ആമനു, വിശ്വാസികളെയാണ്. അപ്പം അള്ളാഹ്, റസൂല്, വിശ്വാസികൾ, ഇവരാണ് മോമിനീങ്ങൾ, അവരുടെ രക്ഷാധികാരികൾ, ഔലിയ ആയിട്ട് അവരെയാണ് സ്വീകരിക്കേണ്ടത്. മോമിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഖീമൂന സലാത്ത വയൂത്തൂന സക്കാത്ത വഹും റാക്കിഊൻ, നിസ്കരിക്കുകയും നോമ്പുവെക്കുകയും റുക്കൂ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, വമൻ യതവല്ലല്ലാഹു വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ഇങ്ങനെ വരുമ്പോഴാണ്, അതായത് അള്ളാഹ്, റസൂല്, മോമിനീങ്ങൾ, ഇവർ മുസ്ലിം ഉമ്മത്തിൻ്റെ രക്ഷാധികാരികളായി അവരുടെ രക്ഷാധികാരം മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കുമ്പോൾ ആ കൂട്ടായ്മയാണ് ഹിസ്ബുള്ള, അള്ളാഹുവിൻ്റെ കക്ഷി. ആ കക്ഷിയാണ് വിജയിക്കുക. മുസ്ലിം ഉമ്മത്തിൽ ഈ ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് വിജയമുണ്ടാവുന്നത്. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാത്തിടത്തോളം കാലം ഈ ഉമ്മത്തിന് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സൂറത്തുൽ മാഇദയിലെ ഈ 51-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅദ്. നിങ്ങൾ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ രക്ഷാധികാരികളായിട്ട്, നിങ്ങളുടെ പാട്രണായിട്ട് സ്വീകരിക്കാൻ പാടുള്ളതല്ല. അവർ പരസ്പരം, ഈ രണ്ട് സമൂഹങ്ങളും പരസ്പരം രക്ഷാധികാരികളാണ്. അവർ പരസ്പരം താങ്ങുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. നിങ്ങൾ മോമിനീങ്ങളുടെ കൂട്ടത്തിൽ അവരെ ആരെങ്കിലും രക്ഷാധികാരികളായിട്ട് സ്വീകരിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള മോമിനീങ്ങൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇത് വലിയ അള്ളാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. അങ്ങനെ അവരുമായിട്ടാണ് നിങ്ങളുടെ ബലാ എങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി പോകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും മുനാഫിക്കുകൾ, മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പോലുള്ള ആൾക്കാർ, ജൂതന്മാരായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയണം, അവരെന്ത്, ഞങ്ങൾക്ക് ഇവരായിട്ടൊക്കെ ബന്ധമുണ്ട്, ഇവരായിട്ട് ഇടപാടുകളുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, യഖൂലൂന നഖ്ഷ അൻ തുസീബന ദായിറ, ഞങ്ങൾക്ക് ഇവരായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അപ്പോൾ ഇന്നുള്ളതുപോലെ തന്നെ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉള്ളതുപോലെ തന്നെയാണ് അന്ന് മുനാഫിക്കുകളുടെ അവസ്ഥ. ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, യുസാരിഊന ഫീഹിം യഖൂലൂന നഖ്ഷ അൻ തുസീബന ദായിറ, അവർ വളരെ ധൃതിപ്പെട്ട് ബേജാറായി വരുന്നത് അങ്ങനെ ജൂതന്മാരായിട്ടുള്ള ബന്ധം മുറിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവരായിട്ട് ഇടപാടുകളുണ്ട് ഞങ്ങൾക്ക്. ചില സഹാബിമാർ ഇത് പറഞ്ഞതോടുകൂടി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഇത് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, മാനുഷിക ബന്ധങ്ങളെ പറ്റിയല്ല ഖുർആൻ പറയുന്നത്. അത് ഖുർആനിൽ വേറെ ആയത്തുകളിൽ പറയുന്നുണ്ട്, തബറുഹും തുഖ്സിതു ഇലൈഹിം, അവരോട് പുണ്യം ചെയ്യണം, അവരോട് നീതി കാണിക്കണം, അവരോട് മാനുഷികമായ ബന്ധങ്ങളിൽ മതങ്ങൾ ഒരിക്കലും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമല്ല ഇസ്ലാം നിർദ്ദേശിക്കുന്നത്, ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അതൊക്കെ നിലനിർത്തണം. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മേലെ നിൽക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനാധികാരം മറ്റൊരു കൂട്ടർക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ അതുണ്ടായി. അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിക്കുകളുടെ നേതാവ്, എന്താണോ പറയുകയും വിചാരിക്കുകയും ചെയ്തത് അതുപോലെ പറയുകയും വിചാരിക്കുകയും ചെയ്ത് പുതിയ കാലത്ത് ഈ മതത്തിൻ്റെ പേരിൽ, ഐഡിയോളജിയുടെ പേരിൽ ആളുകളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക സാധ്യമല്ല. നമ്മൾ വലിയ ഒരു സുഭിക്ഷമായ, സുന്ദരമായ, സുസ്ഥിരമായ, സമാധാനപൂർണ്ണമായ ഒരു മിഡിൽ ഈസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാവണം എന്ന് ചില ആളുകൾ സിദ്ധാന്തിക്കുകയും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പുതിയ പുതിയ ഖുർആനിന് അതീതമായിട്ട് അവർ പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും അങ്ങനെ അവരുമായി കരാറിലേർപ്പെടാൻ, അവരുമായിട്ട് ചങ്ങാത്തം കൂടാൻ, അവരുടെ വാതിൽക്കൽ ക്യൂ നിൽക്കാൻ, അവരെയും കൂട്ടിയിട്ട് ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കുറേ കാലമായിട്ട് മധ്യപൗരസ്ത്യ ദേശത്ത് മുസ്ലിം ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ മതം പോരാഞ്ഞിട്ട് ഒരു ദിയാന ഇബ്രാഹിമിയ, ഒരു ഇബ്രാഹിമി മതം, അബ്രഹാം അക്കോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ കരാറുകൾ കൊണ്ടുവരിക. എന്നിട്ട് ഇവരെല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യഥാർത്ഥത്തിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ഒരു പുതിയ ദിയാന ഇബ്രാഹിമിയ കൊണ്ടുവരിക.
ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളുടെ ഈ മിഡിൽ ഈസ്റ്റിൽ മധ്യപൗരസ്ത്യ ദേശത്തെ അതുപോലെ തന്നെ അതിന് പുറത്തും മുസ്ലിം സമുദായവും മുസ്ലിം രാഷ്ട്രങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവർ എങ്ങനെയൊക്കെ മുസ്ലിം ഉമ്മത്തിനെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും അടിമകളാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയും ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സിയോണിസ്റ്റുകൾ നിരങ്ങി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഇന്ന് കാണുന്ന ഈ നിസ്സഹായാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു പറയുന്നത്, കുൽ, പ്രവാചകരെ താങ്കൾ ചോദിക്കുക, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ഹൽ തൻഖിമൂന മിന്ന ഇല്ലാ അൻ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബൽ വഅന്ന അക്സറക്കും ഫാസിഖൂൻ. നിങ്ങൾ വേദക്കാരെ, ഞങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങളോട് നിങ്ങളുടെ ശത്രുതയുടെ കാരണം എന്താ? നിങ്ങൾ ഞങ്ങളുടെ നേരെ വരാനുള്ള കാര്യം എന്താ? ആകെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ, ഇല്ല അന്നാമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഖുർആനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഉൻസില മിൻ ഖബൽ, ഞങ്ങൾക്ക് മുമ്പുള്ളതിലും ഖുർആന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇഞ്ചിലും തൗറാത്തിലൊക്കെ. ഇതല്ലാതെ ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം? ഇത് തന്നെയാണ് പ്രശ്നം. വന്ന അക്സറക്കും ഫാസിഖൂൻ, നിങ്ങളിൽ അധിക ആളുകളും അധർമ്മകാരികളാണ്. ഇതുമാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. ഇത് രണ്ടും ഒത്തുപോവില്ല. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ കരാറുണ്ടാക്കുക, അവരെ നമ്മുടെ രാജ്യത്ത് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ട് സിയോണിസ്റ്റുകൾക്ക് വാതിൽ തുറക്കുക പോലുള്ള ഖുർആൻ്റെ അപ്പുറത്ത് ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് പുതിയ പുതിയ സ്ട്രാറ്റജിയാണ് നമ്മളുടെ സമുദായം നിർഭാഗ്യവശാൽ കുറച്ചു കാലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അള്ളാഹ് പറഞ്ഞൊരു സംഗതിയാണ്. വലൻ തർലാങ്കൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിയ മില്ലത്തഹും. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ച് തൃപ്തരാവുകയില്ല. ഹത്താ തത്തബിയ മില്ലത്തഹും, നിങ്ങൾ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. വലാ യസാലൂന യുഖാതിലൂനക്കും ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും ഇൻ ഇസ്തതാഉ. പറ്റുമെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് വരെ അവർ നിങ്ങളോട് വലാ യസാലൂൻ, അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ദീനിൽ നിന്ന്, ഇസ്ലാം ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അത് ചെയ്യുന്നത് വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. നിങ്ങളോട് അവർ പ്രതികാരം ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങളൊരു അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടേതല്ലാത്ത ഒരു വിശ്വാസമാണ്, ഒരു ഈമാനാണ് നിങ്ങളുടേത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഖുർആൻ എന്ന് പറയുന്നത് അവരുടെ വേദഗ്രന്ഥമല്ല. നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ അവരുടെ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചവരാണെങ്കിലും നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കാൻ തയ്യാറില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ പ്രശ്നമുള്ളിടത്തോളം കാലം പിന്നെ അവർ ബാദുഹും ഔലിയാഉ ബാദ്, അവർ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവർ നിങ്ങൾക്കെതിരെ അവർ ഒറ്റക്കെട്ടാണ്. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ ഒരു സത്യമാണ്. ഈ സത്യത്തെ നമുക്ക് തമസ്കരിക്കുക അല്ലെങ്കിൽ നിരാകരിക്കുക സാധ്യമല്ല. അതാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തെ എത്ര രാജ്യങ്ങൾക്ക് എണ്ണമായതുണ്ട്? ഈ പറയുന്ന എല്ലാ വമ്പന്മാർക്കും അമേരിക്ക, ഇസ്രായേൽ, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, കുറേ ആളുകൾക്ക് അണ്വായുധങ്ങളുണ്ട്. ചൈന. ഈ അണ്വായുധങ്ങളുള്ള രാജ്യങ്ങൾ ഈ അണ്വായുധങ്ങൾ ഉപയോഗിച്ചിട്ടും അല്ലാതെയും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ കൊന്നൊടുക്കിയ മനുഷ്യന്മാർ, എണ്ണമറ്റ മനുഷ്യന്മാരെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രം അണ്വായുധത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ എത്ര കാലമായി ഒരു കൂട്ടർ ഇവരുടെ മുമ്പിൽ ഏത്തമിടുന്നു, ചർച്ചകൾ, കരാറുകൾ. അപ്പോൾ ഇപ്പോൾ നിലവിൽ അണ്വായുധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ അവരൊക്കെ ഏത് UN-ൻ്റെയും ഏത് ലോകത്തിൻ്റെയും ഏത് ആണവ ഊർജ സമിതിയുടെയും അനുമതി പ്രകാരമാണ് ഇവരൊക്കെ അണ്വായുധം ഉണ്ടാക്കിയത്? ഈ യുദ്ധം തുടങ്ങുന്ന ഇസ്രായേൽ 400-ലധികം അണ്വായുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ 400-ലധികം അണ്വായുധങ്ങളുള്ള ഈ കൊച്ചു രാജ്യം ആണവശേഷിയുള്ള ഒരു രാജ്യമാണ് എന്ന ബലം ഉപയോഗിച്ചിട്ടാണല്ലോ ലോകത്ത് ഈ തോന്നിവാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ കയ്യിലുള്ള യുറേനിയം വികസിപ്പിച്ചാൽ തന്നെ പരമാവധി 10 അണ്വായുധം ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്ന വെറും 10. ഇവർ 400-ലധികം അണ്വായുധങ്ങളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേൽ കഴിഞ്ഞ 70 വർഷം കൊണ്ട് കൊന്നൊടുക്കിയ ആളുകളുടെ കണക്ക്, ഇറാൻ അങ്ങനെ എത്ര ആളുകളെയാണ് കൊന്നത് അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്? അപ്പോൾ ലോകത്ത് ഈ ആണവ ശക്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ അവർക്കിതൊന്നും ബാധകമല്ല. ഒരു കൂട്ടർക്ക് ഇത് ബാധകമാകുന്നു. ആണവശേഷി ഉണ്ടായിരുന്ന ഒരു മുസ്ലിം രാജ്യമാണ് ഇറാഖ്. അത് തകർത്തു. ആരാ തകർത്തത്? ഇസ്രായേലാണ് തകർത്തത്. അത് തകർത്ത് അവിടെ വലിയ ആയുധങ്ങളുണ്ട്, അത് തകർത്തിട്ടും പോരാഞ്ഞിട്ടാണ് വലിയ ആയുധങ്ങളുണ്ട്, മാരക ശേഷിയുള്ള ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി അയാൾ അതിന് മാപ്പ് പറഞ്ഞു. വലിയ UN പോലുള്ള വേദിയിൽ പോയി പ്രസംഗിച്ചിട്ട് അങ്ങനെയാണ് അവിടെ അധിനിവേശം നടത്തിയത്. ഒരു പെരുന്നാൾ ദിവസം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത് അവസാനം. അതിലാണ് അധിനിവേശം മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് ചില മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മാത്രം ഇത് ബാധകമാവുന്നത് എന്തുകൊണ്ട്? അതാണ് വലൻ തർലാങ്കൽ യഹൂദ് വലൻ നസാറ. ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ച് ഇവർ തൃപ്തപ്പെടുകയില്ല. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് ഇറാൻ
എന്ന് പറയുന്നു. നെതന്യാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ന് ഇറാൻ ഷിയ കൂട്ടുകെട്ട്, ഇത് ഇനി അടുത്തതുപോലെ തന്നെ സുന്നി ഗ്രൂപ്പ് തുർക്കിയുടെ, ഇറാൻ കഴിഞ്ഞാൽ തുർക്കിയാണ്, തുർക്കിയുടെ നേതൃത്വത്തിലുള്ള സുന്നി കൂട്ടുകെട്ട്, ഇതിനെ രണ്ടിനെയും നശിപ്പിച്ചേ അടങ്ങും, അതിനുള്ള സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സഖ്യം ഉണ്ടാക്കിയിട്ട് ഇത് മുന്നോട്ട് പോവാണ്, ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഗ്രേറ്റ് ഇസ്രായേൽ, വിശാല ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യ, ജോർദാൻ, സിറിയ, ഈജിപ്ത്, ലബനാൻ, കുവൈത്ത്, ഈ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഗ്രേറ്റ് ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ വിശാല ഇസ്രായേൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം ഉമ്മത്തിന് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ ഇതുപോലുള്ള ആളുകളെ വെച്ചിട്ട് ഈ അമേരിക്ക, ഇസ്രായേൽ നമ്മുടെ സംരക്ഷണം, സമുദായത്തിൻ്റെ സംരക്ഷണം മുഴുവനും അവരെ ഏൽപ്പിച്ച് മധ്യപൗരസ്ത്യ ദേശത്തിൻ്റെ സമാധാനവും വികസനവും സുസ്ഥിരതയും സുരക്ഷയും ഒക്കെ അവരുടെ മുമ്പിൽ പണയം വെച്ച് നിസ്സഹായമായി നിൽക്കുന്ന ഒരു സമുദായം എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഖുർആനെ നമ്മൾ ഒന്നുകൂടി ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വായിക്കുമ്പോൾ ഖുർആൻ പല കാര്യങ്ങളിലും നമുക്ക് വെളിച്ചം നൽകും. നമുക്ക് സഹോദരിമാരെ ഈ ഖുർആൻ മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ വഹിയുള്ളൂ. ആ വഹി അനുസരിച്ച് ജീവിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാകുമ്പോൾ മാത്രമേ ഈ ഉമ്മത്തിന് ഇസ്സത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിനെ കൊണ്ടാണ്, ഇസ്ലാം വഴിയാണ് അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത്. അപ്പോൾ മഹ്മാൻ തലുബുൽ ഇസ്സ ബിദൂനിഹി, ആ ഇസ്ലാമിനോട് മാറ്റി നിർത്തിയിട്ട് ഇസ്സത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹ് നമ്മളെ നിന്ദ്യരാക്കും എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനമാണ്, വാചകമാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമുദായം എത്തിപ്പെട്ടത്. നമ്മൾ ഖുർആൻ വെച്ചിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു പുനരാലോചന നടത്തണം എന്നാണ് ഇതൊക്കെ വായിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അള്ളാഹു ഖുർആനിൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ലോകത്തും ഒക്കെ ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹം.